എൻ്റെ പേര് രജിത. ഞാൻ AJK കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഭാഷാ വിഭാഗത്തിൽ മലയാളം അധ്യാപികയാണ്. ഭാരതീയ യൂണിവേഴ്സിറ്റി ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പാർട്ട് 1 മലയാളം പേപ്പർ 2 സിലബസിൽ യൂണിറ്റ് 1-2 എന്മകജെ എന്ന അംബികാസുധൻ മാങ്ങാടിന്റെ നോവലും, യൂണിറ്റ് 3-4 നീർമാതളം പൂത്തകാലം എന്ന മാധവിക്കുട്ടിയുടെ സ്മരണയും, യൂണിറ്റ് 5 ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കുള്ള തർജ്ജമയുമാണ്. ഇന്ന് നമുക്ക് അംബികാസുധൻ മാങ്ങാടിന്റെ എന്മകജെ എന്ന നോവലിനെ കുറിച്ച് മനസ്സിലാക്കാം. നോവലിസ്റ്റ് അംബികാസുധൻ മാങ്ങാടിനെ കുറിച്ച്. അദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിൽ ജനിച്ചു. റാങ്കുകളോടെ MA, MPhil ബിരുദങ്ങൾ. കഥയിലെ കാലസങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ്. കാരൂർ, ഇടശ്ശേരി, അങ്കണം, ചെറുകാട്, അബുദാബി ശക്തി, മലയാറ്റൂർ പ്രൈസ്, VT ഭട്ടതിരിപ്പാട്, SPT, കോവിലൻ, VP ശിവകുമാർ, കേളി അവാർഡ് തുടങ്ങി 25ഓളം പുരസ്കാരങ്ങൾ. കൊമേഴ്ഷ്യൽ ബ്രേക്കിന് മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡ് 2002 ലഭിച്ചു. ജീവിതത്തിന്റെ ഉപമ എന്ന ആദ്യത്തെ ക്യാമ്പസ് നോവലിന്റെയും പൊഞ്ഞാർ എന്ന ആദ്യ നാട്ടുഭാഷാ നിഘണ്ടുവിന്റെയും എഡിറ്ററാണ് അദ്ദേഹം. 4 നിരൂപണ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. മരക്കാപ്പിലെ തെയ്യങ്ങൾ അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ്. എന്മകജെ എന്ന നോവൽ കന്നഡയിലും തമിഴിലും പ്രസിദ്ധീകരിച്ചു. കഥകൾ വിവിധ ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ മലയാള വിഭാഗം അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്ക് പരിചയപ്പെടാം. 2 മത്സ്യങ്ങൾ, ഒതേരന്റെ വാൾ, രാത്രി, നീരാളിയൻ, തിരഞ്ഞെടുത്ത കഥകൾ, കാടിനുള്ളിൽ രഹസ്യമായി ഒഴുകുന്ന നദികൾ, എന്റെ പ്രിയപ്പെട്ട കഥകൾ, 2 മുദ്ര എന്ന നോവലറ്റ്, അതുപോലെ മരക്കാപ്പിലെ തെയ്യങ്ങൾ, എന്മകജെ എന്ന നോവലുകൾ. CP അച്യുതമേനോനും മലയാള വിമർശനവും അദ്ദേഹത്തിന്റെ നിരൂപണ കൃതിയാണ്. ആഖ്യാനവും ചില സ്ത്രീകളും എന്ന കൃതി, എൻഡോസൾഫാൻ, നിലവിളികൾ അവസാനിക്കുന്നില്ല എന്ന ഓർമ്മ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രമുഖ രചനകളാണ്. ഇനി നമുക്ക് എന്മകജെ എന്ന അദ്ദേഹത്തിന്റെ മലയാളത്തിലെ വളരെ പ്രശസ്തമായ നോവലിനെ കുറിച്ച് പരിചയപ്പെടാം. മനുഷ്യന്റെ അന്ധമായ ഇടപെടൽ മൂലം ഉണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളാണ് നോവലിന്റെ പ്രതിപാദ്യം. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ വിഷമയമാക്കിയ പ്രകൃതിയും അവിടെ ജീവിക്കുന്ന ആളുകളുടെ ദുരിതങ്ങളുമാണ് നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. നീണ്ട സമരങ്ങളിലൂടെയും പാരിസ്ഥിതിക, ജനകീയ, ആരോഗ്യ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലുകളിലൂടെയും എൻഡോസൾഫാൻ വിഷവർഷം നിർത്തിയെങ്കിലും ഇനിയും ഉണ്ടാകാത്ത നമ്മുടെ പാരിസ്ഥിതിക ജാഗ്രതയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലവിളിയാണ് ഈ കൃതി, എന്മകജെ എന്ന നോവൽ. 2000 മുൻപുള്ള എന്മകജെ ഗ്രാമത്തിന്റെ ചരിത്രവും സംസ്കാരവുമാണ് ഈ നോവലിൽ സൂക്ഷ്മമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്മകജെ കുന്നുകളുടെ ഗ്രാമമാണ്. 1-2 100,000 കുന്നുകൾ. എന്മകജെ ഭാഷകളുടെ ഗ്രാമമാണ്. തുളു, കൊങ്ങിണി, മറാത്തി, ബ്യാരി, അറബി, ഉറുദു, കന്നഡ, മലയാളം തുടങ്ങി അവിടുത്തെ മനുഷ്യർ 4-5 ഭാഷകൾ സംസാരിക്കുന്നവരാണ്. എന്മകജെ സത്യത്തിന്റെ നാടാണ്. സഖീജാലുകൾ അഥവാ സത്യപ്പടികൾ അനേകമുണ്ട് എന്മകജയിൽ. സത്യത്തിന്റെ 16 പടികൾ. അതിലൂടെ കയറി വന്ന് സത്യം പറയണം. അസത്യമാണ് പറയുന്നതെങ്കിൽ പടികൾ തിരിച്ചിറങ്ങാൻ ആയുസ്സുണ്ടാവില്ല. ഇതൊരു സങ്കല്പ ഗ്രാമമല്ല. അതിനടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിന്റെ പേര് സ്വർഗ എന്നാണ്. ആ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന നീലകണ്ഠനും ദേവയാനിയും മനുഷ്യരില്ലാത്ത എവിടെയെങ്കിലും പോയി താമസിക്കാൻ ഉറച്ച് വന്നവരാണ്. മരങ്ങളെ വളർത്തിയും മൃഗങ്ങളെ ശുശ്രൂഷിച്ചും അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിലുണ്ടോ എന്ന അന്വേഷണം അവരെ എത്തിച്ചത് എന്മകജയിലാണ്. എൻഡോസൾഫാൻ എന്ന വിഷത്തിന്റെ ഇരകളായി തീർന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളെയും മൃഗങ്ങളെയും സസ്യലതാദികളെയും നശിച്ചവസാനിച്ച തേനീച്ചകളെയും ചിത്രശലഭങ്ങളെയും വെള്ളത്തെയും മണ്ണിനെയുമാണ് സ്വർഗത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അത് ഫിക്ഷൻ അല്ല, യാഥാർത്ഥ്യമാണ് എന്ന് ഓരോ മലയാളി വായനക്കാരനും അറിയാം. സ്വന്തം പേര് പോലും വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത നീലകണ്ഠനെയും ദേവയാനിയെയും പുരുഷൻ, സ്ത്രീ എന്നാണ് നോവലിസ്റ്റ് വിളിക്കുന്നത്. ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സ്ത്രീ വീട്ടിലേക്ക് കടന്നു വരുന്നു. അതാണ് നോവലിന്റെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്.
പുരുഷന് അത് കണ്ട് ദേഷ്യം വരുന്നു. അവർ തമ്മിലുള്ള കരാറിൽ ഒരിക്കലും ഒരു മനുഷ്യക്കുഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ പുരുഷൻ സ്ത്രീയോട് ആവശ്യപ്പെടുന്നു. മനുഷ്യപ്പറ്റില്ലാത്ത അയാളുടെ കൂടെ കഴിയുന്നതിലും നല്ലത് മരണമാണെന്നും മൃഗത്തെ പോലെ കാട്ടിൽ ജീവിക്കുന്നതിലും ഭേദം മണ്ണിനടിയിൽ കിടക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവൾ സമ്മതിക്കുന്നില്ല. പുരുഷൻ സ്ത്രീയോട് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെയുള്ള ഒരു മലയാണ് ജടാധാരി മല. അയാൾ ജടാധാരി മലയിലേക്ക് കയറി പോകുന്നത് അവൾ നോക്കി നിൽക്കുന്നു. പക്ഷെ അവൾ തിരിച്ചു വിളിക്കുന്നില്ല. സ്ത്രീയോട് ദേഷ്യപ്പെട്ടു പോയ അയാൾ ജടാധാരി മലയിലെ കൂറ്റൻ ആൽമരത്തിന് മുകളിലുള്ള ഏറുമാടത്തിൽ പോയി കിടന്നു. ആ ഏറുമാടം അയാൾ സ്വയം പണിതതായിരുന്നു. അവളും അയാളോടൊപ്പം അതിനെ സഹായിച്ചിട്ടുണ്ട്. അവിടെ ഒരു അണ്ണാനുണ്ട്. അതിന്റെ പേര് ശുഗൻ എന്നാണ്. അത് പുരുഷൻ തന്നെ അതിനിട്ട പേരാണ്. അതുപോലെ അവിടെ ഒരു ആൽമരം, അതിന് നാഗമരം എന്നും, അതുപോലെ അവിടെ ഒരു കുരങ്ങനുണ്ട്, അതിന് സുഗ്രീവൻ എന്നൊക്കെയാണ് പുരുഷൻ ഇട്ട പേര്. ദേവയാനി അയാളെ അന്വേഷിച്ച് ഏറുമാടത്തിന്റെ മുകളിലേക്ക് കയറി വരുന്നു. അയാളോട് ആ കുഞ്ഞിനെ അവൾക്ക് കിട്ടിയ സാഹചര്യം അവൾ വിവരിക്കുന്നു. അവൾ ചന്തയിലേക്ക് പോകുമ്പോൾ ഒരു വീടിന്റെ മുന്നിൽ ആൾക്കൂട്ടം. ആ കുഞ്ഞിന്റെ അച്ഛൻ ആദ്യം തൂങ്ങിച്ചത്തു. അമ്മ കഴുക്കോലിൽ തൂങ്ങുന്നതാണ് അവൾ കണ്ടത്. ശവദാഹം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ കുഞ്ഞ് വരാന്തയിൽ കിടന്ന് കരയുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ അവിടെ ഇട്ട് വരാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ഒറ്റയ്ക്കിട്ട് വരാൻ തോന്നാത്തത് കൊണ്ട് അവൾ കുഞ്ഞിനെയും എടുത്ത് വീട്ടിലേക്ക് പോന്നു. ഇത് കേട്ട് അയാൾ ഒരു വീട്ടിലും കയറരുത്, ഒരു മനുഷ്യനുമായും സംസാരിക്കരുത് എന്ന് അവരുടെ കരാർ അവൾ ലംഘിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും അവളോട് ദേഷ്യപ്പെടുന്നു. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള മോഹം കൊണ്ടൊന്നുമല്ല, അതിനെ ഒരു മൃഗത്തിന്റെ കുഞ്ഞാണെന്ന് കരുതിയാൽ മതിയെന്നും നടക്കാറാവുമ്പോൾ ആ കുഞ്ഞിനെ ഞാനൊരു അനാഥാലയത്തിലാക്കാമെന്നും പറഞ്ഞ് അവൾ അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങുന്നു. കുഞ്ഞിനെ ഒരിക്കലും അയാൾ കാണാൻ ഇടവരില്ലെന്നും അതിനെ ചായ്പിൽ കിടത്തിക്കൊള്ളാമെന്നും അവൾ അയാൾക്ക് ഉറപ്പു കൊടുക്കുന്നു. ഒരു ദിവസം ഒരു വലിയ ചിത്രശലഭത്തെ നോക്കി നിൽക്കുകയാണ് പുരുഷൻ. അയാൾ മെടഞ്ഞ ചുരൽ കൂട പെർള ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോയിരിക്കുകയാണ് സ്ത്രീ. പെർള ചന്ത ഈ സ്വർഗയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. പെർള ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോയിരിക്കുന്നു. മാസത്തിൽ 1-2 തവണ പതിവുള്ള യാത്രയാണിത്. പെർള എൻമകജയിലെ വലിയ ടൗണാണ്. സ്വർഗത്തിൽ എത്തിയാൽ ബസ് കിട്ടും. കുറച്ചു ദൂരമേ ഉള്ളൂ. 1-2 കൂട കയ്യിൽ കരുതി അതും വിറ്റ് കുത്തരിയും അത്യാവശ്യം സാധനങ്ങളും വാങ്ങി അടുത്ത ബസ്സിന് സ്വർഗത്തിലേക്ക് തിരിക്കും. അപ്പോൾ വീട്ടിൽ അപരിചിതമായ ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ചായ്പിൽ നിന്നാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ കുഞ്ഞിനെ ഓർത്തു. അവിടെ ചെന്നപ്പോൾ ഭയജനകമായ കാഴ്ചയാണ് അയാൾ കണ്ടത്. കമിഴ്ന്നു കിടന്ന കുഞ്ഞിനരികിൽ പത്തി വിരിച്ച് ഉയർന്നു നിൽക്കുകയാണ് ഒരു വലിയ സർപ്പം. സർപ്പത്തിന്റെ വാലറ്റം കുഞ്ഞിന്റെ കയ്യിലാണ്. സർപ്പം പുളയുകയും വട്ടം തിരിയുകയും ചെയ്യുന്നുണ്ട്. പിന്നീടാണ് അയാൾക്ക് ആ സത്യം മനസ്സിലായത്. അത് യുദ്ധമല്ല എന്ന്. കുഞ്ഞിന് ഒരു കളിപ്പാട്ടം പോലെ പാമ്പ് അതിന്റെ വന്യ സൗന്ദര്യത്തെ അനുവദിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിനോടുണ്ടായിരുന്ന വെറുപ്പ് അയാളുടെ ഉള്ളിൽ നിന്നും പതുക്കെ പതുക്കെ ഊർന്നു പോകാൻ തുടങ്ങി. അയാൾ മുന്നോട്ട് ചെന്നതും പാമ്പ് പത്തി ചുരുക്കി പുറത്തേക്ക് ഇറങ്ങി പൊന്തക്കാടുകളിൽ അപ്രത്യക്ഷമായി. അയാളെ കണ്ടപ്പോൾ കുഞ്ഞിന്റെ കണ്ണിൽ ഭയം നിറഞ്ഞു. കുഞ്ഞ് നിലവിളിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ കരച്ചിൽ പുറത്തേക്ക് വന്നില്ല. അയാൾ കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴാണ് അയാൾ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. കുഞ്ഞിന്റെ ദേഹത്തിലാകെ വ്രണങ്ങൾ. കൈകാലുകളിലും സന്ധികളിലും കഴുത്തിനു ചുറ്റുമാണ് ചോരച്ച പുണ്ണുകൾ കൂടുതൽ വാവിളർത്തി നിൽക്കുന്നത്. കുഞ്ഞിനോട് അയാൾക്ക് അനുകമ്പ തോന്നി. കുഞ്ഞിന്റെ മുടി അവിടെ കുറേശ്ശെ നരച്ചിട്ടുണ്ട്. അയാൾ കുഞ്ഞിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും അവൾ പരിഭ്രമിച്ച് ഓടിയെത്തി. നടന്ന കാര്യങ്ങൾ അയാൾ വിവരിച്ചു. കുഞ്ഞിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് അയാൾ പറയുന്നു. അത് വേണ്ട, ആദ്യം പച്ചമരുന്ന് നോക്കാം എന്ന് അവൾ പറഞ്ഞു. അതായത് അവള് ആശുപത്രിയിലേക്ക് ആദ്യം വേണ്ട, പച്ചമരുന്ന് ചികിത്സ തുടങ്ങാം എന്ന് പറഞ്ഞ് ഒരു ആദിവാസി മൂപ്പനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വൈദ്യൻ അടുത്ത ദിവസം വരുന്നുണ്ട്. അത് കേട്ടതും അയാൾക്ക് ദേഷ്യം വന്നു. വീണ്ടും അവൾ കരാർ ലംഘിക്കുകയാണെന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നു. 10-200 വയസ്സുള്ള ഒരു ആദിവാസി മൂപ്പനാണ് വരുന്നത് എന്ന് അവൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. കോടങ്കിരി തോടിന്റെ കവുങ്ങിൻ പാലം കടന്ന് പഞ്ചിമൂപ്പൻ ജടാധാരി മലയിലേക്ക് പതുക്കെ കയറി. ഈ പഞ്ചിമൂപ്പൻ നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. വടികുത്തി ഭൂമിയോളം കുനിഞ്ഞ ശരീരവുമായി ഒട്ടും കിതപ്പില്ലാതെ പഞ്ചി കുന്നുകയറി. മലയിലെ കൊടുങ്കാട് നിറയെ ജടാധാരിയുടെ സർപ്പങ്ങളാണ്. ആരാധനയില്ലാത്ത 5-6 കാവുകൾ മലമുകളിലുണ്ട്. മുഖ്യം ജടാധാരി കാവ് തന്നെ.
വഴിയിൽ കണ്ട ചില കാട്ടുവള്ളികൾ വേരോടെ പറിച്ചെടുത്തു. മരുന്ന് ചെടികളാണ്. വൈദ്യർ കുഞ്ഞിനെ കണ്ട് തിരിച്ചറിയുന്നു. ആ കുഞ്ഞിനെ കഴിഞ്ഞ 5 വർഷമായി അയാൾ ചികിത്സിക്കുന്നു. പക്ഷെ ആ അസുഖം ഒരിക്കലും മാറില്ല എന്ന് പഞ്ചിമൂപ്പൻ അവരോട് പറയുന്നു. തുളു ഭാഷയിലാണ് അയാൾ സംസാരിച്ചത്. ജടാധാരിയുടെ കോപമാണ് അവിടെയുള്ളവർ അനുഭവിക്കുന്നത് എന്ന വിശ്വാസമാണ് അവർക്കെല്ലാവർക്കും. എന്മകജയുടെ ചരിത്രം അയാൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. ജൈനമത വിശ്വാസികളായ ബള്ളാളന്മാരായിരുന്നു എന്മകജയിലെ നാടുവാഴികൾ. അവരെ തുരത്തിക്കൊണ്ടാണ് ശീവൊള്ളി ബ്രാഹ്മണർ നാടുവാഴിത്തം പിടിച്ചെടുത്തത്. സ്വർഗത്തിലെ ജടാധാരി ഭൂത ശീവൊള്ളിക്കാർക്ക് കണ്ണിലെ കരടായി ദുർമന്ത്രവാദം ചെയ്ത് ഭൂതത്തെ ചെമ്പുകുളത്തിലാക്കി മലയുടെ മുകളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ജടാധാരിയുടെ സഹചാരിയായിരുന്ന കുറത്തിയെയും അവർ ആവാഹിച്ചിരുന്നുവെങ്കിലും അവൾ വരുതിയിലായില്ല. കുറത്തി ജടാധാരിയെ രക്ഷിച്ചു. ചെമ്പുകുടവും മീതെ അടുക്കി വെച്ച കൂറ്റൻ പാറക്കല്ലുകളും പൊട്ടിത്തെറിച്ച് കോപിഷ്ഠനായി ജടാധാരി പുറത്തു വന്നു. അതോടെ സ്വർഗത്തിൽ ശീവൊള്ളിക്കാർക്ക് നിൽക്കക്കള്ളി ഇല്ലാതായി. അവരുടെ മനങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ പതിവായി. ആകസ്മിക മരണങ്ങളും അനവത്യത ദുഃഖവും വിട്ടുപിരിയാതായി. കൃഷിക്കും കന്നുകാലി കൂട്ടങ്ങൾക്കും നാശമുണ്ടായി. വിഷസർപ്പങ്ങൾ ശീവൊള്ളിക്കാരെ സദാ പിന്തുടർന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അവർ സ്വർഗത്തിന്റെ പുറം ദേശങ്ങളിലേക്ക് നീങ്ങി. സ്വർഗത്തിൽ ഒരു ശീവൊള്ളി കുടുംബം പോലും ഇന്ന് താമസിക്കുന്നില്ല. സ്ത്രീയുടെയും പുരുഷന്റെയും വീടും ഒരു ശീവൊള്ളിക്കാരൻ ധൈര്യസമേതം കെട്ടിയതാണ്. കെട്ടിക്കഴിയുന്നത് വരെ ഒരു കുഴപ്പവുമില്ല. കുടികൂട ദിവസം കാലത്ത് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മുറികളിലെല്ലാം നിറയെ സർപ്പങ്ങൾ എഴയുന്നു. കഴുക്കോലുകളിൽ നിന്നെല്ലാം പാമ്പുകൾ പത്തി വിരിച്ച് തൂങ്ങിയാടുന്നു. താമസിക്കാനെത്തിയവർ അകത്തു കയറാതെ കോടങ്കിരി തോട് കടന്ന് ഓടി. പാരമ്പര്യ വഴിക്ക് ഈ സ്വത്ത് ഗോപാലകൃഷ്ണ അഗിതായയുടെ കൈവശമാണ് വന്നു ചേർന്നത്. നിസ്സാര വിലയ്ക്ക് വിറ്റൊഴിക്കാൻ ശ്രമിച്ചുവെങ്കിലും കയ്യേൽക്കാൻ ധൈര്യമുള്ളവർ ആരും അന്ന് എന്മകജയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് സ്ത്രീയുടെയും പുരുഷന്റെയും സ്വർഗത്തിലേക്കുള്ള വരവ്. അഗിതായയെ ചെന്ന് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. നിസ്സാര വിലയ്ക്കാണ് കച്ചവടം നടന്നത്. അഗിതായ ചതിയനായിരുന്നില്ല. സ്ത്രീ ഓർത്തു, മനുഷ്യർ കയറാൻ പേടിക്കുന്ന മലയാണെന്നും കാട് നിറയെ പാമ്പുണ്ടെന്നും തുറന്നു പറഞ്ഞിരുന്നു. മനുഷ്യരൊന്നും വന്ന് ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലം തന്നെയാണ് തങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു. അന്ന് ശീവളിക്കാരോടുണ്ടായ കോപശാപങ്ങളാണ് ഇന്നും സ്വർഗത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്നത്. പഞ്ചി പറഞ്ഞതിന്റെ ചുരുക്കം ഇതായിരുന്നു. അയാൾ പറഞ്ഞ എന്മകജയുടെ ചരിത്രം ഇങ്ങനെയായിരുന്നു. സ്വർഗത്തിലെ പല വീടുകളിലും കുറേ രോഗികളുണ്ട്. കുഞ്ഞുങ്ങളാണ് കൂടുതലും. ജടാധാരി ഭൂതത്തിന്റെ കോപം ശമിക്കാതെ ഈ നാട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്നായിരുന്നു പഞ്ചിമൂപ്പൻ ഉൾപ്പെടെ ആ നാട്ടിലുള്ളവരുടെ വിശ്വാസം. ഇനി നമുക്ക് കുഞ്ഞിനെ കുറിച്ച് മനസ്സിലാക്കാം. കുഞ്ഞിനെ കുറച്ച് പച്ചമരുന്ന് നാളെ കൊണ്ടുവരാമെന്നും ആയുസ് ദൈവത്തിന്റെ കയ്യിലാണെന്നും പറഞ്ഞ് പഞ്ചിമൂപ്പൻ യാത്രയായി. 7 വയസ്സായിട്ടും എണീറ്റ് നടക്കാത്ത ആ കുഞ്ഞിനെ നാളെ തന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കാൻ പുരുഷൻ അവളോട് ആവശ്യപ്പെടുന്നു. ജീവനുള്ള കാലം ഞാൻ ആ കുഞ്ഞിനെ പോറ്റുമെന്ന് അവളും തറപ്പിച്ചു പറയുന്നു. അവർ തമ്മിൽ വളരെ മൂർച്ചയുള്ള കലഹമാണ് അന്ന് നടന്നത്. ഒടുവിൽ തന്റെ സമ്പാദ്യമാണ് ആ വീടെന്നും സ്വസ്ഥത വേണമെങ്കിൽ പുരുഷനോട് ഇറങ്ങിപ്പോയിക്കൊള്ളാനും അവൾ പറയുന്നു. തിരിഞ്ഞു നോക്കാതെ അയാൾ നടന്ന് കാട്ടിൽ മറയുന്നു. സ്ത്രീ കണ്ണാടി നോക്കി നിൽക്കുകയാണ്. അവൾക്ക് ആ വീട്ടിൽ സംസാരിക്കാൻ വേറെ ആരുമില്ല. കൺമഷി തപ്പിയെടുത്ത് അവൾ കണ്ണെഴുതി. അവളുടെ അഴക് അവൾ ആസ്വദിക്കുകയാണ്. നെറ്റിയിലെ നേർത്ത വരകളിലും കവിളിലെ തുടുപ്പിൽ സ്ഥാനപ്പെട്ട വിളർച്ചയിലും പ്രായമാവുന്നതിന്റെ ദുസ്സൂചനകൾ അവൾ കാണുന്നു. കണ്ണാടിയുമായി അവൾ സംസാരിക്കുന്നുണ്ട്. അവളുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് കണ്ണാടിയോട് പറയുകയാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഒരാളുമായി പ്രണയത്തിലാവുകയും അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് അയാളോടൊപ്പം ഊട്ടിയിലെത്തുന്നു. കയ്യിലെ കാശ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ ജീവിക്കാൻ മറ്റൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവൾ ഒരു വേശ്യയായി ജീവിക്കേണ്ടി വരികയാണ്. പുരുഷനെ കുറിച്ച് പുരുഷന്റെ കഥ ഒരു ഗുഹയോടാണ് പറയുന്നത്. പുരുഷൻ ജടാധാരി മലയിലെ ഒരു ഗുഹയിൽ പ്രവേശിക്കുന്നു. ഗുഹ അയാളോട് സംസാരിക്കുന്നു. അയാളോട് ഗുഹയിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുന്നു. ഒരു മൃഗത്തെ പോലെ പ്രജ്ഞയില്ലാതെ ജീവിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് അയാൾ പറയുന്നു. മനുഷ്യരുമായുള്ള സഹവാസം നീ എന്തിനു മുറിച്ചു കളഞ്ഞു? സ്വന്തം പേര് പോലും മറക്കാൻ നീ ശ്രമിക്കുന്നത് എന്തിനാണ്?
ആകെയുള്ള തുണക്കാരിയെ കാട്ടിൽ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് എന്തിന് എന്നെല്ലാം ഗുഹ അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. വീണ്ടും സ്ത്രീയും കണ്ണാടിയുമായുള്ള സംഭാഷണമാണ് നമ്മൾ നോവലിൽ കാണുന്നത്. 40 കഴിഞ്ഞ സ്ത്രീ കണ്ണാടിയിൽ അവളുടെ അഴക് ആസ്വദിക്കുകയാണ്. കണ്ണാടിയോട് തന്റെ പേര് ദേവയാനിയാണെന്ന് വെളിപ്പെടുത്തുന്നു. അച്ഛൻ തനിക്ക് നൽകിയ സമ്പാദ്യമാണ് അത് എന്ന് അവൾ തുറന്നു പറയുകയാണ്. ഭർത്താവ് അവളെ ചതിച്ചതും പിന്നീട് അയാൾ പഠിപ്പിച്ച തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചതും കണ്ണാടിയോട് പറയുകയാണ്. അവസാനം 4 ചെറുപ്പക്കാരുടെ ആക്രമണത്തിന് ശേഷം മരിക്കാറായി കിടന്ന അവളെ പുരുഷൻ രക്ഷിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവളെ പരിചരിച്ച് ജീവിതത്തിലേക്ക് അയാൾ തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ഗുഹയിൽ പുരുഷനെ വിഴുങ്ങാൻ ഒരു പെരുമ്പാമ്പ് വരുന്നു. പുരുഷനെ വിഴുങ്ങുമ്പോഴേക്കും ഗുഹ വിലക്കി. തന്നിൽ അഭയം തേടി വന്നവനെ ഒരിക്കലും അപായപ്പെടാൻ ഗുഹ അനുവദിക്കില്ല. അങ്ങനെ പെരുമ്പാമ്പ് അയാളെ വെറുതെ വിട്ടു. ഗുഹ അയാളെ പറ്റി അന്വേഷിക്കുകയാണ്. ആരാണെന്നും പേരെന്താണെന്നും ചോദിക്കുന്നു. നീലകണ്ഠൻ എന്ന് അയാൾ പറയുന്നു. ഇല്ലപ്പറമ്പിലെ വേറിട്ട കുട്ടിക്കാലം. നീലകണ്ഠൻ സ്വന്തം ബാല്യത്തെ കുറിച്ച് ഓർക്കുകയാണ്. ഇല്ലത്തെ വേറിട്ട കുട്ടിക്കാലം. മറ്റു കുട്ടികൾ കാടുകാട്ടി നടക്കുമ്പോൾ താൻ ഒരുത്തൻ മാത്രം പ്രകൃതിയുടെ താളവും ശ്രുതിയും കേട്ട് അരക്കിറുക്കനെ പോലെ ചുറ്റി നടന്നു. പലപ്പോഴും കുഴികളിലും തോടുകളിലും വീണ് മുട്ടുപൊട്ടിച്ചു. തുമ്പികളുടെയും ശലഭങ്ങളുടെയും പിന്നാലെ പാഞ്ഞു നടന്ന് വഴിതെറ്റി. പൂക്കൾ വിരിയുന്നത് നോക്കി മണിക്കൂറുകൾ അനങ്ങാതെ ഇരുന്നു. പടിപ്പുരയുടെ പുറത്ത് കാര്യസ്ഥനോട് പണിക്കാരായ ചെറുമർ വന്ന് സങ്കടം പറഞ്ഞ് കരയുമ്പോൾ ചുമർ മറഞ്ഞു നിന്ന് എല്ലാം കേട്ടു. പുസ്തകം തുറന്നു വെക്കുമ്പോൾ ഉടുതുണിയില്ലാത്ത ചെറുമക്കുട്ടികളുടെ എല്ലിൻകൂടി ശരീരങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കും. തലയ്ക്ക് നൊസ്സുള്ള കുട്ടിയാ, വളരുമ്പോ നേരായിക്കോളും എന്ന് സമാശ്വസിച്ച മുത്തശ്ശിമാർ 4ാം ക്ലാസ്സിൽ 3ാം തവണയും തോറ്റപ്പോൾ ഇതിനി നേരെയാവില്ല, ജന്മദോഷം എന്ന് പറഞ്ഞ് പരിതപിച്ചു. ഓർമ്മയിൽ അമ്മയുടെ ചിത്രമില്ല. അച്ഛനെ അപൂർവമായി കണ്ടിട്ടുള്ളൂ. പൂർവികർ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ശിക്ഷയാണത്രേ ഇല്ലത്ത് തലപൊക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അച്ഛൻ യദൃച്ഛ്യ കുളത്തിൽ വീണ് മരിച്ചപ്പോഴും എല്ലാവരും അത് തന്നെ പറഞ്ഞു. നീലകണ്ഠന്റെ തല തിരിഞ്ഞതിന് കാരണവും ജാതകദോഷമാണ്. വൈകാതെ മുഴുവൻ ഭ്രാന്താകും. ഇല്ലത്ത് വേറെയും അത്യാഹിതങ്ങൾ ഉണ്ടാകും. പാപപരിഹാരാർത്ഥം മഹായാഗം നിശ്ചയിക്കപ്പെട്ടു. യാഗമണ്ഡപത്തിൽ ഹോമകുണ്ഡത്തിനരികെ ഇരിക്കാൻ നീലകണ്ഠനോട് അവർ ആവശ്യപ്പെടുന്നു. തനിക്ക് ഭ്രാന്തില്ലെന്നും ഇവിടെ തീയിലിട്ട് കത്തിക്കുന്നത് ആ ചെറുമർക്ക് കൊടുത്താൽ ആ പാവങ്ങൾക്ക് 4 മാസം പട്ടിണിയില്ലാതെ കിടക്കാം. തനിക്ക് ഭ്രാന്തുണ്ടെങ്കിൽ അത് ബ്രാഹ്മണ്യമാണെന്നും അത് താൻ വലിച്ചെറിയുന്നുവെന്നും പറഞ്ഞ് പൂണൂൽ പൊട്ടിച്ച് ഹോമപ്പുകയിലേക്ക് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് നീലകണ്ഠൻ നടക്കുന്നു. ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നുമുള്ള അവസാനത്തെ യാത്ര. തിരിഞ്ഞു നോക്കാതെ നീലകണ്ഠൻ യാത്ര തുടങ്ങി. എൻമകജെ എന്ന നോവലിന്റെ അടുത്തുള്ള ഭാഗം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.